അഭിഭാഷകന്റെ പ്രതികരണം കേൾക്കാം. മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അടുത്ത വർഷത്തേക്കാണെങ്കിലും സർക്കാർ വിധത്തിലെ ഭേദഗതി അല്ലെങ്കിൽ കുറെ കൂടി നീതിപൂർവമായ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, ഒരു മാർക്ക് ഏകീകരണ പ്രക്രിയ നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ കേസ് സർക്കാരായിരുന്നു അപ്പീൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായും മറ്റൊരു ഒരു തീരുമാനം കൂടുതൽ ഭാഗത്ത് ഉണ്ടായിരുന്നു. സർക്കാർ ഒരു അപ്പീലുമായിട്ട് വരികയും സർക്കാരുടെ പോളിസി വിഷയത്തിൽ നയപരമായ തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടുവെന്നും മാത്രമല്ല നയപരമായ തീരുമാനം ആരെയും അനീതി കാണിക്കുന്നില്ലെന്ന് മറിച്ച് ഉണ്ടായിരുന്ന അനീതി റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആയിരുന്നു ആ നയപരമായ തീരുമാനമെന്നും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞതെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു തീരുമാനമായിരുന്നു ഇന്ന് കോടതിയിൽ ഉണ്ടാകുന്നത്. സർക്കാർ സുപ്രീം കോടതിയിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലപാടെടുത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സർക്കാർ കുറെ കൂടെ കാര്യക്ഷമമായി ഇടപെടാമായിരുന്നു. സർക്കാരിന് രണ്ട് കാര്യങ്ങളുണ്ട്. സർക്കാർ സമയബന്ധിതമായി ഭേദഗതി വരുത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊന്ന്, സർക്കാരിന് ഹൈക്കോടതി ഇപ്പോൾ വിധി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം കഴിഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ SLP വന്നിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ കൃത്യമായ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട്. എത്ര മാർക്കാണ് സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത്, എത്ര മാർക്കാണ് CBSE കുട്ടികൾക്ക് അധികം കിട്ടുന്നതെന്ന്. ആ അനീതി ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ സർക്കാർ വരികയും ആ അനീതി റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ നയപരമായ ഒരു തീരുമാനമാണ് എടുത്തത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും കോടതിയിൽ നിന്ന് മറ്റൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് അതൊരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷ പക്ഷേ ഉണ്ടായില്ല. സർക്കാർ അപ്പീൽ നൽകിയില്ല. സർക്കാർ അപ്പീൽ നൽകിയോ ഉള്ളതിനേക്കാളുപരി സമയം ലേറ്റായി എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കോടതിയും പറയുന്നത്. ഇനി ഇതിൽ അൺസർട്ടിനിറ്റിയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ഒരു വർഷം കൂടെ സർക്കാർ വിദ്യാർത്ഥികളെ ഈ ഒരു അനീതി കാണട്ടെ അല്ലെ സഹിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഇൻജസ്റ്റിസ് കണ്ടിട്ട് ഒന്നും പ്രതികരിക്കാതിരുന്നാൽ ഒരുപക്ഷെ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ഞങ്ങളെ മാക്സിമം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി വരെ പോയി ഏറ്റവും നല്ല അഭിഭാഷകനെ തന്നെ വെച്ച് വാദിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ ഹാപ്പി അല്ലെങ്കിൽ കൂടി ആൻഡ് ഉറപ്പായിട്ട് എന്തായിരിക്കും അടുത്ത വർഷം എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പ്രതീക്ഷയല്ല, ഉറപ്പാണ്. ഈ വർഷത്തെ കുട്ടികളുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും വഴികൾ തേടാനുള്ള ആലോചന ഇനി ഒന്നും പറ്റില്ല എന്നാണ് നമ്മളെ വക്കീലും പറഞ്ഞിട്ടുള്ളത്. ഈ വർഷത്തെ കുട്ടി പക്ഷേ അടുത്ത വർഷം എന്തായാലും ക്ലിയറാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ പുറകിൽ. അതായത് നമ്മൾ ചെയ്യുന്നൊരു പണി എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുക, എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുക എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫോർമുല പ്രോസ്പെക്ടസിൽ തന്നെ വന്നതിന് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ അഭിഭാഷകൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയ അഭിഭാഷകന്റെ പ്രതികരണം വളരെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്, വളരെ നിർണായകമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാർ അപ്പീലുമായി പോയി സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കോടതിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ വിധി മറ്റൊന്നാകുമായിരുന്നു എന്നുള്ളതാണ് അഭിഭാഷകന്റെ വാക്ക്.